ആവുന്നു. ഇതുവരെ അവർക്ക് സദ്യ വാങ്ങാനായി കുറേ നേരമായി നിൽക്കുന്നു, പക്ഷെ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നൊരു പരാതി അവിടെ നിന്ന് വരുന്നുണ്ട്. രാഹുൽ, എന്താ അവിടെ അവസ്ഥ? ആർക്കും ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥയാണോ? തീർച്ചയായും അല്പസമയം മുൻപാണ് നമ്മോട് പറഞ്ഞത് ഒരു മണിക്കൂറിലധികം വൈകുന്നു എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ സദ്യ ലഭിക്കാനായി. അപ്പോൾ അത്തരത്തിൽ കാത്തുനിന്ന് ആളുകൾ മടുത്തിരിക്കുകയാണ്. അങ്ങനെ അവർ ക്രമം തിരിച്ച് നൽകുന്നു, അല്ലെങ്കിൽ ഇത് പാക്ക് ചെയ്യാനുള്ള ജീവനക്കാർ അവർ എണ്ണം പര്യാപ്തമല്ല, കാരണം ഇത്ര കാത്തു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർക്ക് പലരും പണം തിരികെ വേണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു തർക്കമാണ് നടക്കുന്നത്. മാനേജരെ വിളിക്കാൻ പറയുന്നുണ്ട്, എന്നാൽ ജീവനക്കാരോട് മാത്രമാണ് നിലവിൽ സംസാരിക്കുന്നത്. അവർക്ക് ഇതിൽ മറുപടി പറയാനുള്ള പരിമിതിയുണ്ട്. ഞാൻ 3 ദിവസത്തേക്ക് മുമ്പേ ടോക്കൺ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കും അവിടെ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ കാശും കൊടുത്തിട്ട് ഇങ്ങനെ കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. 236 എന്ന് പറയുമ്പോൾ പോലും കൊടുത്തു. അതല്ല, 3 ദിവസത്തേക്ക് മുമ്പത്തെയാണ്. എന്നിട്ട് ആ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. ഈ കാശും കൊടുത്തിട്ട് ഇവർ പറ്റൂല്ലെങ്കിൽ ആ കാശ് വന്ന് നമ്മൾ തിരിച്ചു വെക്കുവാളോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 മണിക്കൂറായി ഇവിടെ വന്നിട്ട്, ക്യൂവിൽ വെയിൽ തീർന്നിട്ടാണ് ഞാൻ വന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് 236 ആൾക്ക് പോലും കൊടുത്ത് തീർന്നിട്ടില്ല. ആ അവസ്ഥയാണ് ഇപ്പം നമുക്ക്. ഇപ്പം കാശും കൊടുത്തിട്ട് ഇവിടെ എന്തോ എൻ്റെ പേരെന്തോ 5ന്റെ പാക്കറ്റ് മാത്രമേ ഉള്ളൂ, 2ന്റെ കൊടുക്കുന്നില്ല. ഇവന്മാര് പൈസ ഇവരുടെ മണി പാക്കറ്റ് എന്ന് പറയുമ്പോൾ 5ന്റെ പാക്കറ്റ് 5 സാപ്പാട് ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ കേരളത്തിൽ ജനസംഖ്യ കുറവില്ല. ഒരു നേരം മക്കളാണ്, 2-4 ഉള്ളൂ പാക്കറ്റ്. ഇതാ 2 4 6 ഇത്രയേ ഉള്ളൂ. എത്ര ഊണ് ബുക്ക് ചെയ്തത്? എനിക്ക് ഞാൻ പിന്നെ 4 ഊണ് ബുക്ക് ചെയ്തു. നമ്പർ പോയിട്ട് കാര്യമില്ലല്ലോ. 2 മണിക്കൂറുടെ ക്യൂ നിൽക്കുകയാണ്. പറയുന്നത് ഇവന്മാര് പൈസ എല്ലാം നോക്കുക, അവർക്ക് മണി മോട്ടിയേ ഉള്ളൂ. കാശ് അവന്മാർ അകത്ത് കൊടുത്തോണ്ട് പെണ്ണുങ്ങൾ അകത്ത് കൊടുക്കും. മുതലാളി അകത്തോട്ട് കയറിയാണ് ഉണക്ക. അല്ല, അകത്താണോ ഇപ്പൊ ഫുഡ് കൊടുക്കുന്നത്? അകത്തല്ല, ഇവിടെ ഇഷ്യൂ ചെയ്യണം. പക്ഷെ അവന്മാർ പാക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല. നിങ്ങളെ പബ്ലിസിറ്റി അവന്മാർ വിളിച്ചു വരുത്തി. അപ്പൊ അതായത് ഈ പറയുന്ന പോലെ പാക്കറ്റ് അത് കൃത്യമായി ആളുകൾക്ക് നൽകുന്നില്ല. ഈ അകത്തുള്ളവർക്കും അവർക്ക് ആഹാരം നൽകണം. അപ്പൊ അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലാണ്. പൊതുവെ മലയാളികൾ എന്തായാലും ക്ഷമാശീലല്ല. പക്ഷെ ഉച്ചകൊണ്ട് 12 കഴിയുമ്പോഴും അവർക്ക് കാത്തു നിൽക്കാൻ എന്താ പറയുമ്പോൾ ക്ഷമിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഒരുപാട് ബുക്കിംഗ് ഉണ്ടായിരിക്കാം, പാക്കിങ്ങിന്റെ ഒക്കെ താമസമായിരിക്കാം.